സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നത് ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമാണോ, അത് ഇവിടെയുള്ള നിരീശ്വരവാദികൾക്കും പിന്നെ ദൈവനിഷേധികൾക്കും ശാസ്ത്രം ആണോ ഖുർആൻ, അതിനെന്താണ് തെളിവ്, അതിനൊരു തെളിവ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഖുർആനിൽ സൂറത്ത് താരിഖ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. താരിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വരുന്നത് എന്നാണ് അതിൻ്റെ മലയാളാർത്ഥം. അതിൽ അഞ്ചാമത്തെ വചനം എന്താണ്? ഫൽ യൻദുറുൽ ഇൻസാനു മിമ്മ ഖുലിഖ്, എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? അത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു. ആര് മുഖാന്തരം? മുഹമ്മദ് മുഖാന്തരം. മുഹമ്മദ് എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത നിരക്ഷര കുക്ഷിയായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകനാണ് ഈ ലോകത്തിൻ്റെ അവസാനം വരെയും. അപ്പോൾ ലോകത്തിൻ്റെ അവസാനം വരെയും ഈ ഖുർആൻ എന്ന് പറയുന്ന നിലനിൽക്കുമെന്നും, അപ്പോൾ വേറൊരു പ്രവാചകൻ ഇനി ഇല്ല എന്നും, ഖാത്തമൻ നബി എന്നാണ് അറിയപ്പെടുന്നത്. അവസാനത്തെ നബിമാരിൽ അവസാനത്തെ സീല് കുത്തിയ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവസാനത്തെ നബി മുഹമ്മദാണെന്നും വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ്, ഫൽ യൻദുറുൽ ഇൻസാനു മിമ്മ ഖുലിഖ്, എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ഖുലിഖൽ ഇൻസാന മിൻ ദാഫിഖ്, തെറിച്ച് വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രം 1450 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രമില്ല. ശാസ്ത്രം ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഖുർആനിൽ നിന്നാണ്. അതിനൊരു തെളിവാണ് ഏത് നിരീശ്വരവാദിക്കും ഏത് ശാസ്ത്രവാദിക്കും ഞാനുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ ഇസ്ലാമിക ഒരു പണ്ഡിതനുമായിട്ട് വേണമെങ്കിലും സംവാദത്തിൽ ഏർപ്പെടാം. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? എന്താണ് ഞങ്ങളുടെ കയ്യിലുള്ള തെളിവ്? അപ്പോൾ തെറിച്ച് വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്തെ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്, അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. മുതുകല്ലിനും നെഞ്ചെല്ലുകൾക്കുമിടയിൽ നിന്നാണ് ആ ദ്രാവകം പുറപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുതുകല്ലിനും നെഞ്ചെല്ലുകൾക്കുമിടയിൽ നിന്നാണ് ആ ദ്രാവകം പുറപ്പെടുന്നത്. ഇന്നിപ്പോൾ ശാസ്ത്രം പറയുന്നു കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 46 ക്രോമസോംസ്. അത് ശാസ്ത്രം ഇംഗ്ലീഷ് ഇന്നത്തെ പറയുന്നതാണ്. അപ്പോൾ 23 ക്രോമോസോംസ് ഫ്രം മെയിൽ ആൻഡ് 23 ക്രോമസോംസ് ഫ്രം ഫീമെയിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ നിസ്സാരമായ ഒരു തുള്ളി ജലത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ 6 അടി 7 അടി 5 അടി 2 അടി 3 അടി പൊക്കമുള്ള ഈ മനുഷ്യന്മാരെല്ലാം ഉണ്ടാകുന്നത് ഒരു തുള്ളി ദ്രാവകത്തിൽ, ഒരു തുള്ളി ജലത്തിൽ നിന്നാണ്. അത് മനസ്സിലാക്കാൻ ഈ പൊട്ടന്മാരായ നിരീശ്വരവാദികൾക്കും ദൈവത്തെ കളിയാക്കുന്ന ആരിഫായാലും രവിചന്ദ്രനായിരുന്നാലും പിന്നെ അവളെ പേരെന്താണ്, കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഷേവൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി, ചിലപ്പോൾ തലയിടും, ചിലപ്പോൾ തോളിലിടും, അങ്ങനെയൊക്കെ മുസ്ലിമിൻ്റെ പേരും പറഞ്ഞ് ജാമിദ എന്ന് പറയുന്ന ഒരുത്തി, ജസ്ന സലീം എന്ന് പറയുന്ന വേറൊരുത്തി, അങ്ങനെ കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങളായിരുന്നാലും ഈ ആണുങ്ങളായിരുന്നാലും പിന്നെ കുറേ കൃസംഗികളായിരുന്നാലും സംഘികളായിരുന്നാലും അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പിന്നെ ഖുർആനിലെ ഈ അധ്യായം എടുത്തതും അതിലെ വാചകങ്ങൾ ഞാനിവിടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും. ആർക്ക് വേണമെങ്കിലും നേരിടാം. സംവാദത്തിന് തയ്യാറുള്ള ഏത് പൊട്ടന്മാർക്കും വരാം, ഞാനിവിടെ റെഡിയാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള മുസ്ലിം നാമധാരികളല്ലാത്ത മതവിശ്വാസികളായ ആളുകളുമായിട്ട് നിങ്ങൾക്ക് പിന്നെ സംവാദത്തിൽ ഏർപ്പെടാം. വെല്ലുവിളിക്കുകയാണ്. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരു പുതിയ തെളിവുമായിട്ട് വരാൻ കഴിയുമോ? വന്ന് ഞങ്ങൾക്ക് അതിനെ പിന്നെ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഏത് ഗ്രന്ഥത്തിനുമില്ല, ലോകത്ത് ഏതൊരു ഗ്രന്ഥത്തിനുമില്ല മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന്. അപ്പോൾ ഈ ഖുർആനിൽ മാത്രമേ അതുള്ളൂ. അതുകൊണ്ടാണ് ഇതെടുത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ
ഇത് മനസ്സിലാക്കി വേണം മനുഷ്യൻ പ്രവർത്തിക്കാനുള്ളത്. അപ്പോൾ ഒരു തുള്ളി ദ്രാവകത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ ഈ ഇന്ന് കാണുന്ന പല്ലും മൂക്കും ചെവിയും കണ്ണും തലയും അവൻ്റെ ഹൃദയവും അവൻ്റെ കിഡ്നിയും അവൻ്റെ വൃക്കയും അവൻ്റെ മറ്റതും മറിച്ചതും ഈ കാണുന്ന കൈവിരലുകളായിരുന്നാലും കാല് വിരലുകളായിരുന്നാലും താടിയായാലും മീശയായാലും തലയിലുള്ള രോമങ്ങളായിരുന്നാലും ഗുഹ്യഭാഗങ്ങളിലുള്ള രോമങ്ങളായിരുന്നാലും നഖവും എല്ലാം ഉണ്ടാകുന്നത് വെറും ഒരു തുള്ളി ദ്രാവകത്തിൽ നിന്നാണ്. അത് എവിടെ നിന്ന് നമ്മൾ ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യന് ഇറങ്ങി വരാനുള്ള അത്രയും ചെറിയായ ഒരു സ്ഥലത്ത് നിന്നാണ് മനുഷ്യൻ ഇറങ്ങി വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത് സംവിധാനം ചെയ്തത് ആരാണ്? വെറുതെ ഒരു മനുഷ്യനുണ്ടാവും? സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുകയാണ്, ഒരു വാഹനം ഉണ്ടാക്കണമെങ്കിൽ ആദ്യമായിട്ട് അതിനൊരു രൂപഘടന ഉണ്ടാക്കിയിരിക്കും. അതിന് മോൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും, ക്രിസ്ത്യാനിയെയും യഹൂദനെയും, ബുദ്ധമതക്കാരനെയും ജൈനമതക്കാരനെയും സിഖുകാരനെയും എല്ലാം സൃഷ്ടിച്ചത് ഒരൊറ്റ ദൈവമാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കണം. എങ്ങനെ മനുഷ്യനെ സംവിധാനം ചെയ്തു വച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളം ദൈർഘ്യമുള്ള ഞരമ്പുകൾ, വെയിനായിരുന്നാലും ശരി, എന്തായാലും ശരി, രക്തക്കുഴലായിരുന്നാലും ശരി, എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങോട്ട് പോകുന്നു, അതിൻ്റെ മക്കീന്, അതിൻ്റെ എൻജിൻ എവിടെയാണ് ഇരിക്കുന്നത്, അതെങ്ങനെയാണ് ദഹിക്കപ്പെടുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ കക്കൂസി പോകുന്ന അറിയാൻ വിസർജിക്കുന്നത്, എങ്ങനെയാണ് മൂത്രം എങ്ങനെ പോകുന്നു, അല്ലാതെ മലം എങ്ങനെ പോകുന്നു, രക്തം എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ സംവിധാനം ചെയ്തു വെച്ച ആ പടച്ച തമ്പുരാൻ, ആ സൃഷ്ടികർത്താവിന് നമ്മൾ ആ ഏക ദൈവത്തെ അല്ലാതെ നമ്മൾ ആരെ ആരാധിക്കും? മനുഷ്യൻ ചിന്തിക്കണ്ടേ? ചിന്തിച്ച് നോക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവൻ ചിന്തിക്കാനുള്ളത് ഇത്. ചില ആളുകൾ മരിക്കുമ്പോൾ കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി ചുട്ട് കഴിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ കൊണ്ടുപോയി ഇലക്ട്രിക് ശ്മശാനത്തിലോട്ട് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് എല്ലാം പൗഡറാവും. ഒരു കുഴപ്പമില്ല. പക്ഷേ മനുഷ്യൻ വിചാരിക്കുന്ന അത് തീർന്നു, ഇനി സ്വർഗമില്ല നരകമില്ല. അതായത് ഈ ഒരു തുള്ളി ദ്രാവകത്തിൽ നിന്ന് ഉണ്ടാക്കിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് എത്ര ഈസിയാണിത്. ഇനി ഉണ്ടാക്കിക്കൂടെ? ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ മനുഷ്യന് നന്മ ചെയ്യുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അയൽക്കാരന് നന്മ ചെയ്യുക, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ മൃഷ്ടാന്ന ഭോജനം കഴിക്കുക, നശീകരണ ആയുധങ്ങൾ ഉണ്ടാക്കുക, ആളുകളെ എങ്ങനെ കൊല്ലാമെന്ന് പരീക്ഷണങ്ങൾ നടത്തുക. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് നാളെ നരകമെന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ഒക്കുള്ളൂ. സ്വർഗവും നരകവും ഉണ്ടെന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. ശിക്ഷിക്കപ്പെടും. നരകത്തിൽ പോവേണ്ടവൻ ഈ ലോകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും മറ്റൊന്നും മറിച്ചതും ഒക്കെ കാണിച്ചിട്ട് വിശാലമായിട്ട് അതാരും കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭരണം നടക്കുകയാണ്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം ഒരു പാഠമാണിത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും ദൈവമെന്ന് പറയുന്നത് ജനിക്കില്ല, ദൈവം മരിക്കില്ല. ദൈവം മനുഷ്യന് സൃഷ്ടിക്കേ ഉള്ളൂ, അവൻ ആർക്കും ജന്മം കൊടുക്കില്ല. അതായത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കില്ല, ജനിപ്പിക്കില്ല എന്നാണ് ഖുർആൻ അസന്നിഗ്ധമായ വിധം പറഞ്ഞിട്ടുണ്ട്. ദൈവം ജനിക്കില്ല, ദൈവം മരിക്കില്ല, ദൈവം ജനിപ്പിക്കുകയുമില്ല, സൃഷ്ടിക്കുകയേ ഉള്ളൂ. അപ്പോൾ ആ സൃഷ്ടികർത്താവിന് നമ്മൾ എപ്പോഴും ഏക ദൈവമാണ്. ഇപ്പോൾ ബൈബിൾ എടുത്താലും ഭഗവത്ഗീത എടുത്താലും തോറ എടുത്താലും ഖുർആൻ എടുത്താലും പറയുന്നതെല്ലാം ഇത് തന്നെയാണ്. ഏക ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. ഏക ദൈവത്തെ അല്ലാതെ ആരാധിക്കണമെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ടുവന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ തൽക്കാലം ഈ വീഡിയോ ചെയ്ത്. പിന്നെ പറയുന്നുണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിൽ. മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം? അവർ وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا
തൻഹർഹുമാ വകുല്ലഹുമാ ഖൗലൻ കരീമ. അതെന്ന് പറയുന്നത് സൂറത്തുൽ ഇസ്രായിൽ 23-ാമത്തെ വചനമാണ്. അതായത് തന്നെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അതായത് ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് മക്കളോട് പറയുകയാണ്. അവരിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ, അതായത് വയസ്സാവുകയാണെങ്കിൽ, അവരോട് നീ ഛേ എന്നൊരു വാക്ക് പറയാൻ പാടില്ല. അവരോട് കയർക്കരുത്, അവരോട് നീ മാന്യമായ വാക്ക് പറയണം. അപ്പോൾ ദൈവം തമ്പുരാൻ പറയണം, നിങ്ങളെ മാതാപിതാക്കൾ വയസ്സായി അവർ കഴിവ് കെട്ടവരാവും. നിങ്ങളെ ഒരു കാലത്ത് വാത്സല്യപൂർവ്വം സ്നേഹിച്ച് വളർത്തി നിങ്ങളുടെ കൈയും കാലും മുഖവും കണ്ണും മൂക്കും എല്ലാം വളരുന്നത് കണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തന്നെ അർപ്പിച്ച ആ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയാൽ നിങ്ങൾ അവരോട് ഛേ എന്നൊരു വാക്ക് പറയരുത്, നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പറയുന്നുണ്ട് ഖുർആനിൽ ഒരു വിശകല നേരത്തെ ചോദിച്ച് ഖുർആനിൽ എന്താണുള്ളത്, ഖുർആനിൽ മനുഷ്യന് ഉപയോഗമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊരു തള്ളയാണ്, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും ഇനി മക്കളുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഓരോരുത്തർക്ക് മക്കളുണ്ടാകുന്ന പോയി അന്വേഷിക്കുന്ന ചുമതലയല്ലല്ലോ നമുക്ക്. 10 മാസം അല്ലെങ്കിൽ 9 മാസം 9 ദിവസം 9 മണിക്കൂർ ഇങ്ങനെ വയറ്റിൽ കൊണ്ട് നടന്ന് ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രസവിച്ച് ആ കുട്ടിയെ എടുത്ത് പാല് കൊടുത്ത് വളർത്തിയ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നു. തൂറിയാലും പെടുത്താലും എന്തെല്ലാം ഇത് കാണിച്ചാലും ആ കുട്ടികളോട് മാതാപിതാക്കൾക്ക് യാതൊരു ദേഷ്യവും തോന്നില്ല. അതേസമയം ഒരു മാതാവോ പിതാവോ വയസ്സായി അറിയാതെ ഒന്ന് മൂത്രമൊഴിക്കുകയോ അറിയാതെ ഒന്ന് കക്കൂസി പോവുകയോ ചെയ്തു പോയാൽ അവരെ വീട്ടിനകത്ത് ചെയ്തു, അയ്യോ ഈ വയസ്സൻ എന്താണ് കാണിച്ചത്, നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ മൂത്രമൊഴിച്ചത്, നിങ്ങൾ എന്തിനാണ് കക്കൂസ് ഇവിടെ ആവശ്യം പോലെയല്ലേ നിങ്ങൾക്ക് പൊയ്ക്കൂടായിരുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾ ആ കുട്ടിയെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് ആ കുട്ടികൾ ചിന്തിക്കില്ല. കാരണം അവർക്ക് ചിന്തിക്കാൻ സമയമുണ്ട്, അവർക്കും കുട്ടികളുണ്ടാവുകയാണ്. ആ കുട്ടികളെ എങ്ങനെയാണ് അവർ പരിരക്ഷിക്കുന്നത്? അവർക്ക് വേണ്ടി എത്ര ലക്ഷം വേണമെങ്കിലും സ്വന്തം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കും. അതേസമയം മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം വരുമ്പോൾ അവർ കണക്ക് പറയും. സഹോദരങ്ങൾ തമ്മിൽ വേണമെങ്കിൽ കണക്ക് പറയും, ഞാൻ ഇത്രയും നാൾ എൻ്റെ മാതാപിതാക്കളെ നോക്കിയില്ലേ, ഞാൻ ഇത്രയും പൈസ ചെലവഴിച്ചില്ലേ, നീ ഇനി ചെലവഴിക്കുക എന്നും പറഞ്ഞ് സഹോദരങ്ങൾ തർക്കിന്ന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ലോകമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് മാതാപിതാക്കൾ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി എന്തും വിൽക്കാൻ തയ്യാറാവുന്നു. സ്വന്തം വീട് പോലും വിറ്റ് അവരവരുടെ ചികിത്സ നടത്തും മക്കളുടെ. അതേ മക്കൾ ആ മാതാപിതാക്കൾ വയസ്സായി വാർദ്ധക്യത്തിലെത്തി പിന്നെ അവരുടെ മക്കളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഏതെല്ലാം തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന് നമ്മൾ കണക്കാക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത് സൂറത്തുൽ ഇസ്രായിൽ 23-ാമത്തെ അധ്യായമാണ്. എന്നിട്ട് പറയുന്നു, വഖ്ഫുദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മത്തി വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തി കൊടുക്കണേ തമ്പുരാനെ, എൻ്റെ രക്ഷിതാവേ. ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ എങ്ങനെയാണ് പോറ്റി വളർത്തിയത്, ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുക. അതായത് ചെറുപ്പകാലത്തിൽ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തിയിരുന്നതോ അതുപോലെ പടച്ചവനോട് പറയാണ്. അതായത് ദൈവം തമ്പുരാനോട് പറയത്, എൻ്റെ മാതാപിതാക്കൾക്ക് നീ സ്നേഹിക്കണമേ, നീ അവർക്ക് നന്മ ചെയ്യണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു പറയുന്നു. അതായത് പടച്ച തമ്പുരാൻ നമ്മുടെ സൃഷ്ടികർത്താവ് പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ലോകത്തേതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഉണ്ടാവും. സ്വന്തം മാതാപിതാക്കളാ, അമ്മ പ്രസവിച്ചു, ഇപ്പം അമ്മയെ പിന്നെ ഇവിടെ അമ്മയ്ക്കൊരു വിലയില്ല, പശുവിന് വിലയുണ്ട്. പശു എന്ന് പറയുന്ന അമ്മയാണെന്ന് പറയും. അപ്പോൾ സ്വന്തം അമ്മ ആരാണ്? നമ്മൾ ഉദാഹരണം എടുക്കുന്നത്, നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്ററായ മോഡിയെ തന്നെ എടുക്കാം. മോഡി അമ്മ എത്ര വർഷം നോക്കിയിട്ടുണ്ട്? നോക്കിയിട്ടില്ല. പ്രൈം മിനിസ്റ്ററായി 10 വർഷമായിരുന്നു. ഒരു 10 ദിവസം കൊണ്ടുപോയി ആ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പിന്നെ അവരെ നോക്കിയിട്ടുണ്ടോ? പിന്നെ 2, പ്രൈം മിനിസ്റ്റർ ആവുന്നതിന് മുമ്പേ പ്രധാനമന്ത്രിയായ മോഡി ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ സ്ത്രീയെ നോക്കിയിട്ടുണ്ടോ? സ്വന്തം ഭാര്യയെ? ഇല്ല.
അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ ഇന്നും ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രൈം മിനിസ്റ്ററായി എന്തെല്ലാമായി. പിന്നെ അദാനിക്കും അംബാനിക്കും വേണ്ടി പണിയെടുക്കുന്ന മോഡി സ്വന്തം ഭാര്യയെ നോക്കിയിട്ടില്ല, സ്വന്തം അമ്മയെ നോക്കിയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ദൈവഭയമുള്ളവൻ സ്വന്തം അമ്മയെ അവൻ പരിരക്ഷിക്കും, സ്വന്തം ഭാര്യയെ നോക്കും. അവർക്ക് മക്കളില്ല. അപ്പോൾ മക്കളില്ലാത്തവരാണ് പറയുന്നത് കുറേ പിന്നെ മോഹൻ ഭാഗവത്തായിരുന്നാലും പിന്നെ അങ്ങനെയുള്ള കുറേ പിന്നെ നേതാക്കന്മാരും പറയുന്നത് നിങ്ങൾ 3 മക്കളെ ഉണ്ടാക്കണം, നിങ്ങൾ 10 മക്കളെ ഉണ്ടാക്കണം. കുറേ അച്ഛന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അവർ തറയിലച്ഛനും അല്ലാത്ത അച്ഛനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മക്കളെ ഉണ്ടാക്കണം ആവശ്യം പോലെ. അവർ വിവാഹം കഴിക്കില്ല, അവർക്ക് മക്കളുമില്ല. അവരാണ് പറയുന്ന ബാക്കിയുള്ളവർക്ക്. അവരാദ്യം ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ആദ്യം നമ്മൾ തുടങ്ങി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം മക്കളെ ഉണ്ടാക്കുന്നതെന്നും അവരെ പരീക്ഷിക്കുന്നതെന്നും അവളെ വളർത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അത് ചെയ്തിട്ട് വേണം ജനങ്ങളോടത് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശാസ്ത്രം എവിടെ നിന്ന് വന്നു, സ്നേഹം എവിടെ നിന്ന് വന്നു, ധർമ്മവും നീതിയും എവിടെ നിന്ന് വന്നു. മാതാപിതാക്കളുടെ കാലിനടിയിലാണ് നിങ്ങളുടെ സ്വർഗം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നിൻ്റെ മാതാവിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് യാതൊരു കാരണവശാലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എങ്ങനെ നീ എന്തെല്ലാം ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അത്രത്തോളം ബഹുമാനമാണ് സ്വന്തം മാതാവിന് സ്ത്രീക്ക് പിന്നെ ഇസ്ലാമും ഖുർആനും നമ്മുടെ സൃഷ്ടികർത്താവും നമ്മുടെ പ്രവാചകനും ഒക്കെ കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് കുറേ പൊട്ടന്മാർ, ഒരു ജബ്ബാർ എന്ന് പറയുന്ന ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ മുഖം എന്ന് പറയുന്നത് ഒരു പന്നി, അതായത് മനുഷ്യൻ വെറുക്കുന്ന ഒരു ജന്തുവാണ് പന്നി. പന്നി എന്ന് വിളിച്ചാൽ മുസ്ലിങ്ങൾക്ക് ഭയങ്കര വെറുപ്പാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ പന്നിയുടെ മോന്തയുള്ള ജബ്ബാർ ആയാലും ശരി, പുതിയ ഒരു അഭിനവ പിന്നെ ചേകന്നൂർ എൻ്റെ പിന്നെ ബന്ധത്തിലുള്ളതാണ് അവൻ്റെ ചെറുമോന, അവൻ്റെ ഇനി വേറെ ഏതെങ്കിലും ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു മുസ്തഫ മൗലവി, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ജാമിദ, ഒരു പിന്നെ ആരിഫ്, ഇങ്ങനെ കുറേ ചെറ്റകൾ മുസ്ലിം നാമധാരികൾ ഇറങ്ങിയിട്ടുണ്ട്. യൗമാർക്കും രവിചന്ദ്രനെ എന്ന നിരീശ്വരവാദിക്കും പിന്നെ വേറൊരു കുറ്റിച്ചൂല് ഒരു കാപ്പിരി, ഇന്ത്യയിലല്ലാതെ ആസ്ട്രേലിയയില കാനഡയിലായിരിക്കുന്ന ഒരു സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ, യമനൊക്കെ ഉള്ള ഒരു ചോദ്യവും ഒരു മറുപടിയുമാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമോ ഇനി ഒരു വിവാദമോ ഒരു പിന്നെ എന്താണ് സംവാദമോ നടത്തണമെങ്കിൽ ഞാൻ ഇവനെ എല്ലാം വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് വരാം, സ്വാഗതം. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, നമ്മൾ ആരെ ആരാധിക്കണം എന്ന് വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നു. ഖുർആൻ ശാസ്ത്രഗ്രന്ഥമാണ്. യാതൊരു വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാതിരുന്ന മുഹമ്മദ് നബിക്ക് ഇതൊന്നും സ്വന്തമായിട്ടുണ്ടാക്കാൻ കഴിയില്ല. ചില പൊട്ടന്മാർ പറയുന്നുണ്ട് ഈ തറയിലച്ഛനാ അല്ലാത്ത അച്ഛനാ, കുറേ പേർ പറയുന്നുണ്ട് ബൈബിളിൽ നിന്ന് കുറച്ച് കടമെടുത്ത് കുറച്ച് പകർത്തി എഴുതിയതാണ്. എവിടെ ബൈബിൾ എവിടെ ഇരിക്കുന്നത്? ഒറിജിനൽ ബൈബിൾ ആരുടെ കയ്യിലുണ്ട്? ചിലപ്പോൾ വത്തിക്കാനിൽ കാണും. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ലോകത്തിലെ ഈ ക്രിസ്ത്യാനികളുടെ ആത്മീയ ആചാര്യനാണ് പോപ്പ്. ആ പോപ്പ് പോലും ഈ പിന്നെ എന്താണ് സത്യമില്ലായ്മ, സത്യത്തിനെ വളച്ചൊടിക്കുന്നതിനെ എതിർക്കുന്നവരാണ്. കാരുണ്യത്തിൻ്റെ ആൾക്കാരാണ് അവരെല്ലാം. അപ്പോൾ ഇന്നത്തെ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് പോലും അതല്ല. പിന്നെ കന്യാസ്ത്രീകളാവാൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ല, അതൊക്കെ അവർ പിന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കന്യാസ്ത്രീകളാവാൻ ഏതെങ്കിലും ബൈബിളിൻ്റെ ഏതെങ്കിലും ഒരു വാക്കിലുണ്ടെങ്കിൽ, മത്തായി എഴുതിയ സുവിശേഷവും മറിച്ചവൻ എഴുതിയ സുവിശേഷമല്ല ഇവിടെ. പഴയ പിന്നെ ബൈബിളും പുതിയ ബൈബിളും അല്ല, ഒറ്റ ബൈബിളേ ഉള്ളൂ. പഴയ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിളില്ല, പുതിയ ബൈബിൾ എന്ന് പറയുന്നതില്ല. ബൈബിൾ എന്ന് പറയുന്നത് ഇഞ്ചീൽ എന്ന് പറയുന്ന ആ ഗ്രന്ഥം ആരുടെ കയ്യിലുണ്ട്? കൊണ്ടുപോവാ, നമുക്ക് സംവാദം നടത്താം. അപ്പോൾ അതിലുണ്ടെങ്കിൽ